ഞാനല്ല പറയണത്, നിങ്ങൾ പറയണത്. നിങ്ങൾക്ക് പടം കണ്ടിട്ട് എന്ത് തോന്നി? താങ്ക് യു സോ മച്ച്. ഇല്ല, നസ്രി ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. ഒരു കംബാക്ക് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നസ്രിയ, ബേസിൽ ലേട്ടൻ, പിന്നെ സമീർ ഖാ, ഷൈജു ഖാലിദ് ഇവരുടെയൊക്കെ ഒരു പ്രോജക്റ്റിൽ ഭാഗമെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഈ സിനിമ ഇപ്പം വർക്കായപ്പം ഐ ഫീൽ വെരി ഹാപ്പി. ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള ഒരു സ്റ്റോറി കൂടിയാണ്. കണ്ടെല്ലാം പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇത്രയും കഥാപാത്രം ഒരുമിച്ച് എങ്ങനെയായാലും വീട്ടിൽ ചെയ്യാൻ നിസ്സാര കാര്യമില്ല. ശരിക്കും സ്ക്രീനിൽ അങ്ങനെ ഫീൽ ചെയ്തോ? ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് സിനിമ നിങ്ങളുടെ കൂടെ തന്നെ ഇപ്പോൾ ഇരുന്ന് കാണുന്നത്. അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അറിയത്തില്ലായിരുന്നു. ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതാണ് ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്കും ഫീൽ ചെയ്തു. ഐ എം വെരി ഗ്ലാഡ്. കുറേ കാലമായിട്ട് സ്ത്രീകൾ സിനിമയിലില്ല എന്ന് പറയില്ലേ. സിനിമയിലുണ്ട്, സ്ത്രീകൾ മാത്രമേ സിനിമയിലുള്ളൂ. താങ്ക് യു. ശരിക്കും ഞെട്ടിച്ചോ? നമ്മളെല്ലാം ഞെട്ടുണ്ട്. നമുക്ക് കഥയൊക്കെ അറിയില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നാണ് വിചാരിക്കണത്. അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അവസാനം വരെ കഥ പോകുന്ന വഴി അറിയില്ല, അതുകൊണ്ട് ത്രില്ലായിട്ടുണ്ടായിരുന്നു. ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഥ എങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് വളരെ നന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ള സിനിമ കാണാൻ വരുന്ന എല്ലാവരും കാണണമെന്ന് പറയാം. നല്ല സിനിമ, നന്നായിരുന്നു. ഞങ്ങളെല്ലാം അഭിനയിച്ചിരുന്നതാണ്. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലും നസ്രിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നന്നായിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അടിപൊളി സിനിമ. ആൾക്കാരോട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പടവും ഭയങ്കര അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ കാണാം. തീർച്ചയായിട്ടും ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനും ഒക്കെ തിയേറ്ററിൽ തന്നെ കാണാം. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഭയങ്കര അടിപൊളിയാണ്. ആക്ടേഴ്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റ്സ് ആണെങ്കിലും ക്യാമറ എവറിത്തിങ് ഇസ് ഗ്രേറ്റ്. തിയേറ്ററിൽ തന്നെ കാണാം. ബേസിൽ നസ്രിയ പോകുമ്പോൾ വർക്കൗട്ടായി നോക്കി. പിന്നെ തീർച്ചയായിട്ടും ഷോറല്ലേ, പക്ക. ശരി, താങ്ക് യു. ഇത്രയും നല്ല പ്രൊഡക്ഷനാണ്. ഹാപ്പി അവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിൽ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ സെറ്റും ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഇൻ്റർവ്യൂസിൽ കണ്ട പോലെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. പടവും ഭയങ്കര അടിപൊളിയാണ്. മ്യൂസിക് വാസ് ഗ്രേറ്റ്. സോ എല്ലാവരും തിയേറ്ററിൽ കാണും. ഇറ്റ്സ് ബി വണ്ടർഫുൾ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് പ്ലീസ് എല്ലാവരും കാണണം. താങ്ക് യു. എന്തായാലും ഒരു വിജയം ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ. അടിപൊളിയായി. രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.